ആളുകൾക്ക് സീറ്റ് ഇരിക്കാൻ പോലും വരില്ല. ആ ലെവൽ എന്ത് ചെയ്യണം കൈ എല്ലാവരും ഇപ്പോൾ ഡയറക്ടർ നമ്മുടെ ഡീനാണെങ്കിലും അതിൻ്റെ മ്യൂസിക് വർക്കാണെങ്കിലും എഡിറ്റ് ആണെങ്കിലും ഭയങ്കര അതുവരെ ആ ലാസ്റ്റുള്ള ഒരു അരമണിക്കൂർ പവർ പാക്ക് ആക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാനിപ്പോൾ ഇന്നാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സീറ്റിലിരിക്കുമ്പോൾ നമ്മൾ മറന്നിരുന്ന് പോവുകയാണല്ലോ. ഭയങ്കര രസമാണ്, ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ എല്ലാവരും മിസ് ചെയ്ത് പോയി കാണാൻ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മമ്മൂക്കയുടെ കൂടെ ഫേസ് ടു ഫേസ് അഭിനയിക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഏതൊരു ആക്ടറിനെ സംബന്ധിച്ചൊരു ഡ്രീമാണ്. എങ്ങനെയുണ്ടായിരുന്നു അത്? എന്താ പറയുക, അഭിനയം വരില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. പുള്ളി എടുത്ത് നമുക്ക് കയറി അങ്ങനെ തമാശ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരാളത്. അപ്പോൾ അത് ഭയങ്കര പേടിച്ച് തന്നെയാണ് ചെയ്തത്. ഇതെന്താ പറയാ, അത് വേറെ തന്നെ ഒരു ഫീലാണ്. ഏതൊരു മലയാളിയെ പോലെ തന്നെ എത്രയാ എല്ലാവരും എത്ര ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാറില്ല, 3 ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാർ. അപ്പോൾ അവരോട് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. 10-15 ദിവസം ലിറ്ററലി തോളോട് തോൾ ഒരുമിച്ചിരുന്ന് അഭിനയിക്കാൻ പറ്റി. എല്ലാവർക്കും ഹക്കീമിനോട് അസൂയായിരുന്നു. കാരണം മമ്മൂട്ടി സാറിന്റെ ഇത്രയും കൂടുതൽ അധികം നേരം വേണ്ടിയത് ഹക്കീമായോട് നമുക്ക് അസൂയായിരുന്നു. നല്ല അഭിനയം വരില്ല, ആളൊരു ബ്ലാങ്ക് ആയി പോവാ. ആ ഒരു മൊമെന്റ് സാറിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സാറിനെ കാണുന്ന സമയത്ത് ബ്ലാങ്ക് ആയി പോവാ. മൊത്തം എന്താ നടക്കുന്നത്. Only 5 minutes? I went to the hotel in the hotel. You slept? Hello everyone. Hi. How excited is everyone for the film today? അടിപൊളിയായിരുന്നു. Sorry? സൂപ്പർ റെസ്പോൺസ്. അടിപൊളിയായിരുന്നു. അടിപൊളി. No. Did you watch film in theater? Yeah, sorry? Did you watch the film in theater? Yes, we did. Multiple times and we are really excited for the film. Oh, Hakim has killed it. No, bro. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂട്ടി സാറുമായിട്ട് വീണ്ടും ഒരു കണ്ടുമുട്ടൽ? English. How does it feel when you come back after so many again with Mummy? It feels like I never left. It feels like I never left. He is that one. He is that nice. So it always gives me the same feeling, same love that I have. And I think this will continue till I'm alive. ഒരു ഷോക്കുണ്ടായിരുന്നു. ഒന്നല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് അങ്ങനെ സ്പെൻഡ് ചെയ്തില്ല. എനിക്ക് അങ്ങനെ ബട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര സീനിയേഴ്സിനോട് ഒത്തിരി പേടി കൂടുതലാണ്. ഞാൻ അങ്ങോട്ട് ഒരുപാട് തമാശ പറയാൻ നിൽക്കാറില്ല. സെറ്റിലൊക്കെ അദ്ദേഹം എങ്ങനെയായിരുന്നു? ചില്ലാണ് മനുഷ്യന്മാരില്ലേ. എങ്ങനെയുണ്ടായിരുന്നു കൂടെ പോകുമ്പോൾ ജീവൻ സാറായിട്ട്? ഗൗതം സാർ ഭയങ്കര ചില്ലായ ഒരു മനുഷ്യനാണ്. മുന്നേ പറയുന്നുണ്ടായിരുന്നു സാറിന് കണ്ണിന് നോക്കുന്ന സമയത്ത് ആ ഒരു പേടി വരുന്നതെന്നുള്ളത്. പക്ഷേ ത്രൂ ഔട്ട് ദ ഫിലിം നമ്മളും ആ ഒരു ടീമും സാറുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫിലിം കഴിഞ്ഞ സമയത്തും ദാറ്റ് ബോണ്ട് റിമെയിൻ ദ സെയിം. അപ്പം അത് വളരെ നല്ലൊരു കാര്യം. പിന്നെ അദ്ദേഹത്തെ പോലത്തെ ഒരാളുമായിട്ട് ഇങ്ങനെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ശരിക്കും ബഷീർക്കാരെന്ന് പറയുമ്പോൾ ഈ ത്രില്ലർ എന്ന് പറയാൻ പറ്റും, ആക്ഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഏത് ജോണറാണ് ശരിക്കും പറഞ്ഞാൽ? നിങ്ങൾ തീരുമാനിക്കാൻ പല റെസ്പോൺസുകളാണ് നമ്മൾ നിങ്ങൾക്ക് വിട്ടാന്നിരിക്കണം. നിങ്ങൾ പറയുന്നത് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. നമ്മുടെ വർക്ക് കഴിഞ്ഞല്ലേ? ആ വർക്ക് കഴിഞ്ഞല്ല, അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞു.